എനിക്കും നിങ്ങൾക്കും എതിരെ വരുന്ന ശക്തികളുണ്ട്. എനിക്കും നിങ്ങൾക്കും എതിരെ വരുന്ന ശക്തികളുണ്ട്. അത് നമ്മെ തകർക്കാൻ വരുന്നതായിരിക്കാം, നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ വരുന്നതായിരിക്കാം, നമ്മുടെ തലമുറകളെ തകർക്കാൻ വരുന്നതായിരിക്കാം, നമ്മുടെ സമ്പത്തിനെ തകർക്കാൻ വരുന്നതായിരിക്കാം, നമ്മുടെ ആരോഗ്യത്തെ തകർക്കാൻ വരുന്നതായിരിക്കാം, നമ്മുടെ ശുശ്രൂഷകളെ തകർക്കാൻ വരുന്നതായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിനക്കെതിരെ വരുന്ന എത്ര വലിയ ശക്തികളാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാൻ നിന്റെ കയ്യിൽ ആയുധമില്ലാതിരിക്കെ നിന്റെ കയ്യിൽ ആയുധം തന്നിരിക്കും ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ക്ഷീണിച്ചിരിക്കാൻ അല്ല, ഇന്ന് പകൽ തളർന്നിരിക്കാൻ അല്ല, ഇന്ന് പകൽ ജയത്തിന്റെ ഒരു പകല. ഹല്ലേലൂയ, സ്തോത്രം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ വന്നു. സ്തോത്രം. നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങൾ നിന്റെ നേരെ വരുമ്പോൾ ദൈവവൈതലെ നീ ഭയപ്പെട്ട് നിൽക്കണ്ട. യഹോശാഫാത്ത് ഭയപ്പെട്ടെങ്കിലും അവളെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തി. ഇന്ന് പകൽ നമുക്കതൊരു ബുദ്ധി ഉപദേശത്തിന് എഴുതിയിരിക്കുക. നിന്റെ നേരെ ചില വിഷയങ്ങൾ തലപൊക്കി വരുമ്പോൾ, നിന്റെ നേരെ ചില പ്രശ്നങ്ങൾ തലപൊക്കി വരുമ്പോൾ ദൈവവൈതലെ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. അവർ വാളും കുന്തവും വേലുമായിട്ടായിരിക്കും വരുന്നത്. നിന്റെ കയ്യിൽ വാളില്ല, നിന്റെ കയ്യിൽ AK-47 ഇല്ല, നിന്റെ കയ്യിൽ ഒന്നുമില്ല. നിന്റെ കയ്യിൽ തപ്പെടുക്കാനുണ്ടെങ്കിൽ ദൈവവൈതലെ അത് മതി. എത്ര വലിയ ശക്തികളും നിനക്കെതിരെ വന്നാൽ അതിനെ കൈകാര്യം ചെയ്യത്തക്കവണ്ണം ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം അടങ്ങിയിരിക്കത്തില്ല. നിന്റെ സ്തുതികളിന്മേൽ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാ ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ജീസസ്,